പാർലമെന്റിന്റെ ഉള്ളിൽ പോയി ചർച്ച ചെയ്യാൻ എന്തിനാണ് കോൺഗ്രസിന് ഒരു വിഷമം? ഒരു മിനിസ്റ്ററിന്റെ റെസിഗ്നേഷൻ വേണമെങ്കിൽ, ഉദ്യോഗസ്ഥന്റെ റെസിഗ്നേഷൻ വേണമെങ്കിൽ പാർലമെന്റ് ഡിബേറ്റിന്റെ ഭാഗമായിട്ട് ചോദിക്കണം. അല്ല, നിങ്ങൾ എഡിറ്റർ രാജിവെക്കണം, നിങ്ങളുടെ ജേർണലിസ്റ്റ് രാജിവെക്കണം. ഒരു മോബ് വന്നിട്ട്, ഞാനിപ്പോൾ ഒരു മീഡിയ ഹൗസിന്റെ മുമ്പിൽ ഒരു മോബ് വന്നിട്ട് എനിക്ക് നിങ്ങളുടെ റിപ്പോർട്ടിങ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മോബ് കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ? നിങ്ങളുടെ എന്താണ് അഭിപ്രായം? ഞാൻ അവിടെ ഒരു മോബ് എടുത്തിട്ട് വരുന്നോ? ആണോ? അത് തെറ്റാണെന്ന്. ഇത് ജനാധിപത്യമാണ്. നമ്മൾ അതിനെ അട്ടിമറിക്കാൻ എന്ത് നറേറ്റീവ് വെച്ചിട്ടും ഞങ്ങൾ സമ്മതിക്കില്ല. വി ആർ നോട്ട് അഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ്. We are not saying that protest should not be done by children. Prime Minister ഓരോ അതിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. അല്ല, നോക്കൂ, ഇത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആണെങ്കിൽ, ഡിമാൻഡ് ആണെങ്കിൽ അത് പാർലമെന്റിന്റെ ഫ്ലോറിലല്ലേ വെക്കേണ്ടത്? ഞാൻ കുറച്ചു കാലമായിട്ട് പോളിറ്റിക്സ് കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിയാണ്. ഒരു മിനിസ്റ്ററിന്റെ റെസിഗ്നേഷൻ വേണമെങ്കിൽ, ഉദ്യോഗസ്ഥന്റെ റെസിഗ്നേഷൻ വേണമെങ്കിൽ പാർലമെന്റ് ഡിബേറ്റിന്റെ ഭാഗമായിട്ട് ചോദിക്കണം. അതിലെന്താണ് അതിന്റെ പ്രോബ്ലം? പാർലമെന്റിന്റെ ഉള്ളിൽ പോയി ചർച്ച ചെയ്യാൻ എന്തിനാണ് കോൺഗ്രസിന് ഒരു വിഷമം? അവിടെ എല്ലാ കാര്യങ്ങളും പറയണം. അവിടെ മന്ത്രിന്റെ റെസിഗ്നേഷൻ ആണെങ്കിൽ മന്ത്രി, കേരള BJP പ്രസിഡന്റ് റെസിഗ്നേഷൻ ആണെങ്കിൽ കേരള BJP പ്രസിഡന്റ്, അത് പാർലമെന്റ് അല്ല ചെയ്യേണ്ടത്. ഇത് എനാർക്കി ഒരു വയലന്റ് മോബായിട്ട് ആണോ ഈ ഡെമോക്രസിയിൽ അത് ചോദിക്കേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. നമ്മൾ ഡെമോക്രസിയിലാണോ ജനാധിപത്യത്തിലാണോ ജീവിക്കുന്നത്, ഒരു എനാർക്കിയിലാണോ? ഒരു മോബ് വന്നിട്ട്, ഞാനിപ്പോൾ ഒരു മീഡിയ ഹൗസിന്റെ മുമ്പിൽ ഒരു മോബ് വന്നിട്ട് എനിക്ക് നിങ്ങളുടെ റിപ്പോർട്ടിങ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മോബ് കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ? അല്ല, നിങ്ങൾ എഡിറ്റർ രാജിവെക്കണം, നിങ്ങളുടെ ജേർണലിസ്റ്റ് രാജിവെക്കണം. എന്നെക്കുറിച്ച് ഇവിടെ ജേർണലിസ്റ്റ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത് നിങ്ങളുടെ എന്താണ് അഭിപ്രായം? ഞാൻ അവിടെ ഒരു മോബ് എടുത്തിട്ട് വരുന്നോ? ആണോ? അത് തെറ്റാണെന്ന്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾക്കൊരു ബേസിക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ലിമിറ്റേഷൻ എന്താണ്? നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇന്ന് ഞാൻ രാവിലെ എണീറ്റു, എനിക്ക് ഇതൊരു ആവശ്യമാണ്, അത് ഇന്ന് തന്നെ നടക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. നമ്മൾ അവിടെ പോയി ഒരു ഡിബേറ്റ് ചെയ്യണം. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതൊന്നും ചെയ്യാണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ വീട്ടിൽ ഹൈ സെക്യൂരിറ്റി സോണിൽ പോയി ഓരോരോ കോമാളിത്തരം ചെയ്യുക, ഇത് മെച്യൂരിറ്റി ആണോ? ഇത് ഡെമോക്രസി ആണോ? ഇത് ചൈനയിൽ ചെയ്ത അവരിപ്പോൾ ജയിലിലായിരിക്കും. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് പോയി ബീജിംഗിൽ ചെയ്യട്ടെ. അല്ല, മിഡിൽ ഈസ്റ്റിൽ പോയി എല്ലാ വെക്കേഷനും പോകുന്ന വ്യക്തിയല്ലേ രാഹുൽ ഗാന്ധി, അവിടെ പോയി ചെയ്യട്ടെ, ദുബായിൽ പോയി ചെയ്യട്ടെ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ. ഇത് ജനാധിപത്യമാണ്. നമ്മൾ അതിനെ അട്ടിമറിക്കാൻ എന്ത് നറേറ്റീവ് വെച്ചിട്ടും ഞങ്ങൾ സമ്മതിക്കില്ല. അത് BJP നോക്കുക. BJP ഒരു നിലപാടുണ്ട്. 2014 ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന മാൻഡേറ്റ് എന്തിനായിരുന്നു? ഈ നാടിനെ നന്നാക്കാൻ. ആ മാൻഡേറ്റ് ഞങ്ങൾ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കോമാളിത്തരൊന്നും ഞങ്ങളത് വിട്ടുകൊടുക്കില്ല. ഒരു രീതിയുണ്ട്. രാഹുൽ ഗാന്ധി അത് പഠിക്കണം, കോൺഗ്രസ് അത് പഠിക്കണം. ആ വഴി അവർ പോകണം, ചെയ്യണം. പാർലമെന്റിൽ എന്ത് ചർച്ച ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്, അത് അവിടെ ചെയ്യണം. So what is the credibility of discussing it in the parliament when the whole issue has repeated after 2 years? No, let me explain to you. I'll explain in English since you are asking in English. We are in a democracy. The only solution to problems that people raise has to be democratically solved. If for example, but what are you implying? That the education minister in 2024 did not respond to a debate in parliament. That is your contention. Then that has to be raised in parliament. Public opinion has to be shaped accordingly in parliament through debates in parliament. People should come there and create awareness. Students should protest. We are not against protest. We are not saying that protest should not be done by children. We are a party that believes in protest. Children should protest, parents should protest, teachers should protest. But that should not be conflated with and mixed up with violence and anarchy. Democracy means automatically you have to abide by the law, and certainly does not provide space for anarchy and violence. It's been almost a month that students are protesting, CJP is protesting.
but they are demanding resignation. But after the first reaction that Minister Dharmendra Pradhan gave was attacking Rahul Gandhi. He has never apologized for what has happened. He has never spoken about what has happened. But the first reaction was attacking Rahul Gandhi rather than responding to the protest. Look, I cannot speak for the minister. I am not the minister. I am certainly not going to speak for the minister. I am not in the government. We are a political party. We are giving you our views on what the youth should do, what is good for the youth. We have an opinion. We are putting it forward. I have personally made it very clear from the very beginning that this is not an issue that anybody should brush aside. The NEET leak is an issue that is in. I am also a parent, by the way. I have 2 children, and my children are also upset about NEET examination results or any examination result, as anybody's children would be. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റ് അതിനെ തള്ളിയിട്ടില്ല. ആ ഇഷ്യൂവിന് ഞങ്ങൾ അങ്ങനെ നടന്നില്ല അങ്ങനെയല്ലല്ലോ. പ്രൈം മിനിസ്റ്റർ അതിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്, 14 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2024 ഇതിനു വേണ്ടി മാത്രം ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്ന ആരാ? ഈ പ്രധാനമന്ത്രിയല്ലേ, ഈ സർക്കാരല്ലേ. പക്ഷെ അത് ഫുൾ പ്രൂഫ് ആണോ? ഇല്ല. അത് ഫുൾ പ്രൂഫ് ആക്കണം. അതിന് ചർച്ച നടക്കണം. അത് എവിടെ നടക്കണം? വയലൻസ് കൊണ്ടല്ല, ജന്തർ മന്ദറിലല്ല, മോബിലല്ല. അത് നടക്കേണ്ടത് പാർലമെന്റിലാണ്. കാരണം പാർലമെന്റാണ് ആ ബില്ല് അമെൻഡ് ചെയ്യേണ്ടത്, ബില്ല് ശക്തമാക്കേണ്ടത്, ഇനിയും ശക്തമാക്കേണ്ടത്. പറയും അത് ഇന്ന് ചർച്ച ചെയ്യേണ്ട. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അതിന്ന് ശ്രദ്ധ തിരിക്കാനോ അതിന്ന് ശ്രദ്ധ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ കൃത്യമായി കമലേഷോട് പറഞ്ഞു. എന്തോ അല്ല, ഇതിൽ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.